നോയിഡയിൽ 26-കാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ 3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇനിയും 2 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കവ്യ, ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ നോയിഡയിൽ 26-കാരി കൂട്ട ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയെ ഈ ആക്രമികൾ അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ഇരയാക്കിയവർ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും പോലീസിൽ പരാതിപ്പെട്ടാൽ അത് കൊന്നുകളയും എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഭീഷണികളൊക്കെ നൽകിയതിനാലാണ് ഈ കുട്ടി അന്ന് തന്നെ ഇത്തരത്തിൽ പീഡനത്തിനിരയായപ്പോൾ പോലീസിൽ പരാതി നൽകാതിരുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് കഴിഞ്ഞ ദിവസം ഡിസംബർ 30-നാണ് ഈ പെൺകുട്ടി പോലീസിൽ ഇത്തരത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുകയും പിന്നാലെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ 5 പ്രതികളിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. അതായത് ഈ ആക്രമണത്തിന്റെ പ്രധാന പ്രതിയെ ഉൾപ്പെടെ ഇപ്പോൾ കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പിടിയിലായവരെ രാജ്കുമാർ, അസാദ്, വികാസ് എന്നിവരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രവി, മെഹ്ദി എന്ന് പറയുന്ന 2 പ്രതികൾ ഒളിവിലാണെന്നും അവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എന്തായാലും പോലീസ് വ്യക്തമാക്കുകയാണ്. എന്തായാലും ഈ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്ത് വരികയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നോയിഡയിൽ അരങ്ങേറിയത്. നമുക്കറിയാം, ദില്ലിയിൽ നമ്മൾ ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു സംഭവം കേൾക്കുന്നത്. നിരവധി പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നു എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ടുകൾ നിരവധി തവണ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നോയിഡയിൽ 26-കാരി കൂട്ടബലാത്സംഗത്തിനിരയായ നോയിഡയിൽ ഒരു ഷോപ്പിംഗ് മാളിനടുത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്തായാലും അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തു വരുന്നു. 2 പ്രതികൾക്ക് വേണ്ടി അന്വേഷണം നടക്കുകയാണെന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കാവ്യ. ജിൽബി, ഇപ്പോൾ ഈ സംഭവം വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് 5 പേർ എന്നതായിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഇതിന് കൂട്ടബലാത്സംഗത്തിന് പേരിൽ പോലീസ് സംശയിക്കുന്ന വ്യക്തികൾ. അതിൽ 3 പേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. എങ്കിൽ കൂടിയും കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന നിലയ്ക്കൊരു സംശയത്തിലേക്ക് ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണം പോകുന്നുണ്ടോ? കവ്യ, പോലീസ് വ്യക്തമാക്കുന്നത്, അതായത് പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് ഇതിൽ 5 പ്രതികൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. അതായത് ഡിസംബർ 30-ന് സെക്ടർ 39 പോലീസ് സ്റ്റേഷനിലാണ് പെൺകുട്ടി വന്ന് പോലീസിന് പരാതി നൽകുകയും പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 5 പ്രതികൾക്കായിട്ട് പോലീസ് തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും 2 പേരെ കണ്ടെത്താനുണ്ട്, അവർക്കായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് എന്നും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ തന്നെ ഈ ദില്ലിയിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് നേരെ, അല്ലെങ്കിൽ ദില്ലിയും സമീപ പ്രദേശങ്ങളിലും, അതായത് നോയിഡ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ദൃശ്യമാക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നു കഴിഞ്ഞു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായതിൽ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് കണ്ടെത്താനുള്ള പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം തുടരുകയാണ് എന്നും അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തു വരികയാണെന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാവ്യ. ശരി, ജിൽബി തോംസനാണ് ദില്ലിയിൽ നിന്നും 3 വാർത്തകളുടെയും സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.